നമസ്കാരം. വോയിസ് ഓഫ് ആർബിആറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു സർക്കാർ ജോലി എന്ന സ്വപ്നം നിങ്ങളുടേതാണ്. നിങ്ങളുടെ യോഗ്യത കുറവാണ്. അങ്ങനെയെങ്കിൽ ഇന്നത്തെ വീഡിയോ അവസാനം വരെ കണ്ടിരിക്കണം. കേരളത്തിലെ വിവിധ സർക്കാർ ഓഫീസുകളിലേക്ക് കമ്പ്യൂട്ടർ അസിസ്റ്റൻ്റ് ഗ്രേഡ് 2 തസ്തികകളിലേക്ക് പ്രതിഷ്ഠിത ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. ശമ്പളം 63,700 രൂപ വരെ. ഈ വീഡിയോയിൽ നമ്മൾ അറിയാൻ പോകുന്നത് ഏത് വകുപ്പുകളിലാണ് ഒഴിവുകൾ, യോഗ്യത, പ്രായപരിധി, ശമ്പളം, അപേക്ഷ സമർപ്പിക്കേണ്ട രീതി, ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യങ്ങൾ, തെരഞ്ഞെടുപ്പ് നടപടികൾ, ഒടുവിൽ അപേക്ഷിക്കുന്നതിന് മുമ്പ് നിർബന്ധമായും അറിയേണ്ട ടിപ്പുകൾ. അതിനാൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. തസ്തികയും പരിചയവും. ഇത് കേരള സർക്കാരിൻ്റെ വിവിധ ഓഫീസുകളിലേക്കുള്ള റിക്രൂട്ട്മെൻറ്റാണ്. ഈ വിജ്ഞാപനം ബാധകമാകുന്ന ചില സ്ഥാപനങ്ങൾ: 1. ഗവൺമെൻറ് സെക്രട്ടേറിയറ്റ്, 2. കേരള PSC, 3. അഡ്വക്കേറ്റ് ജനറൽ ഓഫീസ്, 4. ലോക്കൽ ഫണ്ട് ഓഡിറ്റ് വകുപ്പ്, 5. വിജിലൻസ് ട്രിബ്യൂണൽ, 6. ലോകായുക്ത, 7. മറ്റ് സർക്കാർ സ്ഥാപനങ്ങൾ. എല്ലാ ഒഴിവുകളും ഒരേ സമയം റിപ്പോർട്ട് ചെയ്യണമെന്നില്ല. അതുകൊണ്ട് നോട്ടിഫിക്കേഷൻ ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസി എന്ന് പറയുന്നത്. ശമ്പളം. ഈ ജോലിയുടെ പ്രധാന ആകർഷണം ശമ്പളമാണ്. പേ സ്കെയിൽ 27,900 രൂപ മുതൽ 63,700 രൂപ വരെ. ഇതുകൂടാതെ സർക്കാർ ജീവനക്കാർക്ക് ലഭിക്കുന്ന വിവിധ അലവൻസും ലഭിക്കും. സർക്കാർ ശമ്പള വർധനവിനനുസരിച്ച് ഭാവിയിൽ ശമ്പളവും ഉയരാൻ സാധ്യതയുണ്ട്. ഒഴിവുകളുടെ സ്വഭാവം. നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിരിക്കുന്നത് ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസീസ്, അതായത് ഭാവിയിൽ റിപ്പോർട്ട് ചെയ്യുന്ന ഒഴിവുകൾ. PSC റാങ്ക് ലിസ്റ്റ് നിലയിൽ വന്ന ശേഷം വിവിധ ഓഫീസുകൾ ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യുന്ന മുറയ്ക്ക് നിയമനം നടക്കും. അതുകൊണ്ട് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുന്നത് വളരെ പ്രധാനമാണ്. അടുത്തത് പ്രായപരിധി. അപേക്ഷിക്കാൻ 18 മുതൽ 40 വയസ്സ് വരെ. നോട്ടിഫിക്കേഷനിൽ പറയുന്ന ജനനത്തീയതി പരിധി പരിശോധിക്കുക. SC, ST, OBC ഉദ്യോഗാർത്ഥികൾക്ക് നിയമാനുസൃത വയസ്സിളവ് ലഭിക്കും. പരമാവധി പ്രായം 50 വയസ്സ് കവിയരുത്. വിദ്യാഭ്യാസ യോഗ്യത. അടിസ്ഥാന യോഗ്യത 10ാം ക്ലാസ് അല്ലെങ്കിൽ തത്തുല്യം. അതോടൊപ്പം ഇംഗ്ലീഷ് ടൈപ്പ് റൈറ്റിംഗ് ഹയർ, കമ്പ്യൂട്ടർ വേഡ് പ്രോസസ്സിംഗ്, മലയാളം ടൈപ്പ് റൈറ്റിംഗ് ലോവർ അല്ലെങ്കിൽ തത്തുല്യ യോഗ്യത ആവശ്യമാണ്. ഇത് അപേക്ഷിക്കുന്നതിന് മുമ്പ് നിർബന്ധമായും പരിശോധിക്കണം. പ്രധാന കുറിപ്പ്: 2002 ജനുവരിക്ക് മുമ്പ് ടൈപ്പ് റൈറ്റിംഗ് പാസ് ചെയ്തവർ കമ്പ്യൂട്ടർ വേഡ് പ്രോസസ്സിംഗ് സർട്ടിഫിക്കറ്റ് പ്രത്യേകം നേടിയിരിക്കണം. ഈ നിബന്ധന പലരും ശ്രദ്ധിക്കാറില്ല. അതിനാൽ നോട്ടിഫിക്കേഷൻ ശ്രദ്ധിച്ച് വായിക്കുക. അപേക്ഷ സമർപ്പിക്കേണ്ട രീതി. കേരള PSCയുടെ 1 ടൈം രജിസ്ട്രേഷൻ പ്രൊഫൈൽ ഉണ്ടായിരിക്കണം. അതിനുശേഷം ലോഗിൻ, നോട്ടിഫിക്കേഷൻ, അപ്ലൈ നൗ എന്ന ക്രമത്തിൽ അപേക്ഷിക്കാം. അപേക്ഷാ ഫീസ് ഇല്ല. പ്രൊഫൈലിലുള്ള വിവരങ്ങൾ ശരിയാണെന്ന് ഉറപ്പാക്കുക. തെരഞ്ഞെടുപ്പ് രീതി. ഈ റിക്രൂട്ട്മെൻറ്റിന് കോമൺ റാങ്ക് ലിസ്റ്റ് ആയിരിക്കും തയ്യാറാക്കുക. ഒരു അപേക്ഷ മാത്രം മതി. റാങ്ക് അനുസരിച്ച് നിയമനം. ഒരു സർവകലാശാലയിലോ സ്ഥാപനത്തിലോ നിയമനം ലഭിച്ചാൽ പിന്നീട് മറ്റൊന്നിലേക്ക് ക്ലെയിം ചെയ്യാൻ സാധിക്കില്ല. അപേക്ഷിക്കുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. നോട്ടിഫിക്കേഷൻ മുഴുവൻ വായിക്കുക. ക്വാളിഫിക്കേഷൻ മാച്ച് ചെയ്യുക. ഏജ് പരിശോധിക്കുക. സർട്ടിഫിക്കറ്റ്സ് തയ്യാറാക്കി വെക്കുക. പ്രൊഫൈൽ അപ്ഡേറ്റ് ചെയ്യുക. അവസാന തീയതി വരെ ഇരിക്കരുത്. SLC മാത്രമുണ്ടെങ്കിൽ അപേക്ഷിക്കാമോ? ടൈപ്പ് റൈറ്റിംഗ് ആൻഡ് കമ്പ്യൂട്ടർ ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ അപേക്ഷിക്കാൻ കഴിയൂ. സ്ത്രീകൾക്കും അപേക്ഷ നൽകാമോ? അതെ, പുരുഷന്മാർക്കും സ്ത്രീകൾക്കും അപേക്ഷിക്കാം. കേരളത്തിൻ്റെ ഏത് ജില്ലയിൽ നിന്നുള്ളവർക്കും അപേക്ഷിക്കാമോ? അതെ, നോട്ടിഫിക്കേഷൻ പ്രകാരം ഏത് ജില്ലയിലുള്ളവർക്കും അപേക്ഷ നൽകാം. എക്സാം ഉണ്ടാകുമോ? PSC തിരഞ്ഞെടുപ്പ് നടപടിക്രമം അനുസരിച്ചായിരിക്കും നിയമനം. താൽപ്പര്യമുള്ളവർക്ക് 2026 സെപ്റ്റംബർ 2 മുമ്പായി അപേക്ഷ നൽകണം.
അപേക്ഷാ ലിങ്ക്, നോട്ടിഫിക്കേഷൻ ലിങ്ക് ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട്. ഈ ജോലി അവസരം നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്ന് തോന്നിയാൽ വീഡിയോ ലൈക്ക് ചെയ്യൂ. ഇത്തരത്തിലുള്ള സർക്കാർ ജോലി വാർത്തകൾ ദിവസവും അറിയുവാൻ വോയിസ് ഓഫ് RBR ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും വാട്സപ്പ് വഴി ഷെയർ ചെയ്യാൻ മറക്കരുത്. അടുത്ത സർക്കാർ ജോലി അപ്ഡേറ്റുമായി വീണ്ടും കാണാം. നന്ദി.